ഇടുക്കി അടിമാലിയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. 2 വീടുകളിലുള്ള ആളുകൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മന്നംകാല സ്വദേശി അൻസാറിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് സെയ്ദ് മുഹമ്മദിന്റെ വീടിന് മുകളിലേക്ക് പതിച്ചത്. 2 കുടുംബങ്ങളോടും ഇനി വീടുകളിൽ താമസിക്കരുത് എന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ഇതോടെ നിസ്സഹായാവസ്ഥയിലാണ് 2 കുടുംബങ്ങളും. അടിമാലിയിൽ നിന്ന് രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇടുക്കി അടിമാലിയിലുണ്ടായ ശക്തമായ മഴയും മന്നാങ്കോല സ്വദേശി അൻസാറിന്റെയും ഖദീജയുടെയും വീടടക്കം 2 വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. നമ്മൾ ആ വീട്ടിലാണുള്ളത്. ഈ കാണുന്ന സ്ഥലത്ത് ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താഴേക്ക് വീണത്. തൊട്ടു താഴെ മറ്റൊരു വീടുണ്ട്. ആ വീട്ടിൽ 3 പേരുണ്ടായിരുന്നു. നമ്മൾ ഈ നിൽക്കുന്ന വീട്ടിൽ 5 പേരുണ്ടായിരുന്നു. ആളുകൾ ഉറങ്ങുന്ന സമയത്താണ് ഈ സംരക്ഷണ ഭിത്തി നിലം പതിച്ചിരിക്കുന്നത്. ആ വീടിന്റെ മുകളിലേക്ക് പതിച്ചിരിക്കുന്നുവെങ്കിലും ആ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ ചെളിയും മണ്ണടക്കം ആ വീടിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 വീടുകളിലെ ആളുകൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ വീട്ടിലുണ്ടായിരുന്നത് ഈ 3 കുട്ടികളും ഖദീജയും അൻസാറും അടക്കം 5 പേരായിരുന്നു. ഈ വീട്ടിലെ ആളുകൾ നമ്മളോട് ചേരുന്നുണ്ട്. ശബ്ദം കേട്ടാണോ നിങ്ങൾ എണീറ്റത്? ഒരു 3 മണി സമയത്തൊക്കെ ഒരു സൗണ്ട് കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വന്ന് നോക്കി. അപ്പോൾ ഇവിടെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ പുറകിൽ ഒരു ചെറിയൊരു കെട്ടിടിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സൗണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ എന്തോ ഒരു പേടിയുണ്ടായിരുന്നു, ഇടിയോ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും വലിയൊരു സൗണ്ട് കേട്ടു. അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയപ്പം ആദ്യം മതിലിടിഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചു. അന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ മിറ്റസഹിതം മൊത്തം ഇല്ല. പിന്നെ ഞങ്ങൾ അപ്പുറ വീട്ടിൽ അവർ ഇറങ്ങി വന്നു. അവർ പിന്നെ അവിടെ പടതയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുവന്ന് ഇക്കായും അവരും കൂടെ ചേർന്ന് ഫുള്ള് പടതയെല്ലാം ഇട്ട് മൊത്തം മൂടി. ഇനി ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് മൂടി. വീടും ഓരോ അപകടാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയിലാണ്. ഇവിടെ ഇനി താമസിക്കാൻ പറ്റില്ല എന്നാണ്. പിന്നെ മെമ്പറെല്ലാം വന്നു, വില്ലേജിൽ നിന്ന് വന്നു, MLA വന്നു, കളക്ടർ എല്ലാവരും വന്ന് നോക്കി. എല്ലാവരും വന്നിട്ട് ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. തൽക്കാലം ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറിയേക്കുവാണോ? തൽക്കാലം ക്യാമ്പിലാണ്. ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ എങ്ങോട്ട് പോകണം എന്നുള്ളത് അവർ പറയുന്നില്ല. താഴത്തെ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നോ? താഴെ വീട്ടിലും ആളുണ്ടായിരുന്നു. അവരറിഞ്ഞില്ല. ഞങ്ങൾ വിളിച്ചു പറയുമ്പോഴാണ് അവരറിയുന്നത്. പിന്നെ അവരോടും ഞങ്ങളോടും ഇവിടെ നിൽക്കാൻ പറ്റില്ല, മാറിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ക്യാമ്പിലേക്ക് മാറിയേക്കുവാണോ? അവർ ബന്ധുവീട്ടിലോട്ട് മാറി. ഞങ്ങൾ ക്യാമ്പിലോട്ട് മാറിയേക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി എന്താ ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല. അവരെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിലേക്ക് ഇനി വരാൻ പറ്റില്ല, ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം പോകുന്നത്. ഇപ്പോൾ താൽക്കാലികമായി ക്യാമ്പിലേക്ക് മാറിയാലും ക്യാമ്പ് ഇപ്പോൾ ഈ മഴ മാറുന്ന സാഹചര്യത്തിൽ ക്യാമ്പ് പിരിച്ചുവിടും. അപ്പോൾ എവിടേക്ക് പോകും എന്ന ഒരു ആലോചനയിലാണ്, ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഈ കുടുംബം പോകുന്നത്. എന്തായാലും അധികൃതരുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ് അവർ പറയുന്നത്. വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ അൻസാറിൻ്റെയും തൊട്ട് താഴെയുള്ള വീട്ടിലും ഈ 2 വീട്ടുകാരോടും ഇവിടെ ഇനി താമസിക്കാൻ പാടില്ല എന്ന ഒരു കാര്യം വില്ലേജ് അധികൃതർ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു നിസ്സഹായ അവസ്ഥയിലൂടെയാണ് 2 കുടുംബങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് 2 കുടുംബങ്ങളാണ് ഒരേ സമയത്ത് പ്രതിസന്ധിയിലായത്. ഒരു വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് അടുത്ത വീട്ടിലേക്ക് മറിഞ്ഞു വീണത്. 2 വീടുകളും അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ ഒരു കുടുംബം സ്വന്തക്കാരുടെ വീട്ടിലേക്ക്, മറ്റൊരു കുടുംബം ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറിയിരിക്കുകയാണ്.